ഇന്ന് 2024 നവംബർ മാസം 14-ാം തീയതി മണ്ഡല മഹോത്സവത്തിന്റെ ശുദ്ധി ചടങ്ങുകൾ ആരംഭിക്കുന്ന ദിവസമാണിന്ന്. മണ്ഡല മഹോത്സവം എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായ പ്രത്യേകതകളുള്ള സമയമാണ്. മണ്ഡലകാലത്താണ് പഞ്ചഗവ്യ അഭിഷേകം നടക്കുന്നത്, മണ്ഡലകാലത്താണ് കളഭാട്ടം നടക്കുന്നത്, മണ്ഡലകാലത്താണ് എല്ലാ ദിവസവും ഉച്ചപൂജ ഊതിക്കന്മാർ ചെയ്യുന്നത്, മണ്ഡലകാലത്താണ് രാവിലത്തെ ശിവേലിക്ക് അഞ്ച് പ്രദക്ഷിണവും 3 ആനകളുമായി ശിവേലി നടത്തുന്നത്. ഇടുതുടി വീരാണം തുടങ്ങിയ വാദ്യഘോഷങ്ങൾ രാവിലത്തെ ശിവേലിക്ക് ഉപയോഗിക്കുന്നത് മണ്ഡലകാലത്താണ്. അങ്ങനെ മണ്ഡലകാലം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായ കാലമാണ്. മാത്രമല്ല, മണ്ഡലകാലത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ശബരിമല തീർത്ഥാടകർ എത്തുന്ന കാലം മണ്ഡലകാലമാണ്. അപ്പോൾ മണ്ഡലകാലത്തോടനുബന്ധിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധി ചടങ്ങുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് സന്ധ്യ കഴിഞ്ഞാൽ, ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ശുദ്ധി ചടങ്ങുകൾ ആരംഭിക്കുക. ഇന്ന് ആദ്യം തുടങ്ങുന്നത് പ്രാസാദ ശുദ്ധിയാണ്. പ്രാസാദ ശുദ്ധി, രക്ഷോഘ്ന ഹോമം തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ, ശുദ്ധി ചടങ്ങുകളോടനുബന്ധിച്ചിട്ടുള്ള ഹോമങ്ങൾ ഇന്ന് നടക്കും. ഈ ഹോമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാളെ രാവിലെ ബിംബശുദ്ധി ചടങ്ങുകൾ നടക്കും. നാളെ രാവിലെ ശിവേലിക്ക് ശേഷം ബിംബശുദ്ധി ചടങ്ങുകൾ, പഞ്ചകാന്തി ശുദ്ധി ചടങ്ങുകൾ തുടങ്ങിയവ നാളെ രാവിലെ നടക്കും. അതിനുശേഷം നാളെ എന്ന് പറഞ്ഞാൽ സംക്രാന്തിയാണ്, വൃശ്ചിക സംക്രമമാണ് നാളെ. വൃശ്ചിക സംക്രമമായ നാളെ രാവിലെ ശിവേലിക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് രാവിലെ 7 മുതൽ 9 വരെ ക്ഷേത്രത്തിനകത്തേക്കുള്ള ദർശനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നാളെ വെള്ളിയാഴ്ച ദർശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും. മറ്റന്നാൾ, അതായത് വൃശ്ചിക മാസം 1-ാം തീയതിയാണ് മണ്ഡല ശുദ്ധിയോടനുബന്ധിച്ചിട്ടുള്ള 25 കലശം അഭിഷേകം, അതേപോലെ പഞ്ചഗവ്യ അഭിഷേകം, അതേപോലെ ഉച്ചപൂജ, തന്ത്രി നേരിട്ട് നടത്തുന്ന ഉച്ചപൂജ എന്നിവ നാളെ നടക്കുന്നതും ഒരു പ്രത്യേകതയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് കാലത്ത് 2 ഉത്സവങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന കുംഭമാസത്തിൽ പൂയം നക്ഷത്രത്തിൽ രാത്രി കൊടിയേറി നടക്കുന്ന ഉത്സവം, അതേപോലെ തന്നെ മണ്ഡലകാലത്തും ഒരു ഉത്സവം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. 30 ദിവസത്തെ ഉത്സവമാണ് നടന്നിരുന്നത്. അത് പിന്നീട് നിന്നുപോയി. അതിന്റെ ചില സൂചനകളാണ് ഈ മണ്ഡലകാലത്ത് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പഴമക്കാരായിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലർ പറയുന്നത്. രാവിലത്തെ ശിവേലിയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. രാവിലത്തെ ശിവേലിക്ക് 3 ആനകളോടെ ശിവേലി, സാധാരണ ഒരാനയായിട്ട് തിടമ്പ് മാത്രം എഴുന്നള്ളിച്ചിട്ടുള്ള ശിവേലിയാണ് പതിവ്, 3 പ്രദക്ഷിണം. പക്ഷെ മണ്ഡലം തുടങ്ങിയാൽ മണ്ഡലം 1 മുതൽ 30 ദിവസം, മണ്ഡലം അത് വൃശ്ചിക മാസം മുഴുവനില്ല, മണ്ഡലം 1 മുതൽ 30 ദിവസം, മണ്ഡലകാലം 41 ദിവസം മുഴുവനില്ല, 30 ദിവസം രാവിലത്തെ ശിവേലിക്ക് 3 ആനകൾ ഉണ്ടാവും. നടുക്കുള്ള ആനയ്ക്ക് വെള്ളി നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ചെറിയ കോലത്തില് ഭഗവാനെ എഴുന്നള്ളിച്ചിട്ടാണ്, തിടമ്പ് എഴുന്നള്ളിച്ചിട്ടാണ് ശിവേലി നടക്കുക. ആനയ്ക്ക് 2 ഭാഗത്തുമായിട്ട് നെറ്റിപ്പട്ടം കെട്ടാതെ 2 ആനകൾ പതിവുണ്ട്. അതിനുശേഷം മുന്നിലെ ഇടുതുടി വീരാണം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടെയുള്ള പ്രത്യേക വാദ്യസംഘങ്ങൾ ഉണ്ടാവും. സാധാരണ 3 പ്രദക്ഷിണമാണ് മണ്ഡലകാലത്ത് പതിവെങ്കിൽ, സാധാരണ 3 പ്രദക്ഷിണമാണ് പതിവെങ്കിലും മണ്ഡലകാലത്ത് 5 പ്രദക്ഷിണവും രാവിലത്തെ ശിവേലിക്കുണ്ടാവും. അതേപോലെ ക്ഷേത്രത്തില് താന്ത്രികമായ പ്രത്യേക ചടങ്ങുകൾ എന്ന് പറയുന്നത് പന്തീരടിയുടെ സമയത്ത് ക്ഷേത്രത്തില് പഞ്ചഗവ്യ അഭിഷേകം നടക്കും. ആദ്യത്തെ ദിവസം പഞ്ചഗവ്യ അഭിഷേകം നടത്തുന്നത് തന്ത്രിയാണ്. തുടർന്ന് 40 ദിവസം 39 ദിവസം ഈ ഓദിക്കന്മാരാണ് പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും നിർവഹിക്കുന്നത്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പശുവിനെ നമ്മൾ ഗോമാതാവായിട്ടാണ് കരുതുന്നത്. പശുവുമായി ബന്ധപ്പെട്ട 5 ദ്രവ്യങ്ങൾ ചേർത്തിട്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. ആ പഞ്ചഗവ്യമാണ് അഭിഷേകം ചെയ്യുന്നത്. ആ പഞ്ചഗവ്യ അഭിഷേകത്തിന്റെ പ്രസാദം വാങ്ങാനൊക്കെ വലിയ തിരക്കാകും. 41-ാമത്തെ ദിവസം, അതായത് മണ്ഡലം കാലം കൂടുന്ന ദിവസം, 41-ാമത്തെ ദിവസം കളഭാട്ടമാണ്. ആ കളഭാട്ടം സാധാരണയായിട്ട് സാമൂതിരി രാജാവിന്റെ വഴിപാടായിട്ടാണ് കളഭാട്ടം നടക്കുക. കളഭാട്ടത്തിന് വളരെ വിശേഷമായിട്ടുള്ള കളഭക്കൂട്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന, സ്വർണ്ണ കലശത്തില് പ്രത്യേക പൂജകൾ ചെയ്ത വളരെ സവിശേഷമായിട്ട് എടുത്തിട്ടുള്ള കളഭക്കൂട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് വൃശ്ചികം മണ്ഡലം 41-ന്, അതായത് ഡിസംബർ 27-ാം തീയതി നടക്കുന്നത്. അങ്ങനെ വളരെ സവിശേഷമായ ഒരു കാലഘട്ടമാണ്. ഏറ്റവും അധികം ഭക്തന്മാരെത്തിച്ചേരുന്ന, ശബരിമല തീർത്ഥാടകർ എത്തിച്ചേരുന്ന സമയമാണ്. ഏകാദശി കാലമാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഏറ്റവും അധികം തിരക്കേറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ ഗുരുവായൂരിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ മണ്ഡല ശുദ്ധി ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് മണ്ഡല ശുദ്ധി ആരംഭിക്കുന്നു.
നാളെ രാവിലെ ദർശനത്തിന് ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. മറ്റന്നാള് 25 കലശവും പഞ്ചഗവ്യ അഭിഷേകത്തോടു കൂടി മണ്ഡലകാല ഉത്സവം ആരംഭിക്കുകയായി. അപ്പോൾ മുമ്പ് 2 ഉത്സവങ്ങൾ നടന്നതിന്റെ ഒരു ഉത്സവത്തിന്റെ അവശേഷിപ്പായിട്ടാണ് മണ്ഡലകാലത്തെ ഉത്സവത്തെ ഭക്തജനങ്ങളും പഴയ ആളുകളും കാണുന്നത്. ഗുരുവായൂരിന്റെ സവിശേഷമായ വാർത്തകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഗുരുവായൂർ ഡിലൈറ്റ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഈ ചാനൽ കാണുകയും മറ്റുള്ളവർക്ക് ഇത് കാണാൻ പ്രേരിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. കൃഷ്ണാർപ്പണം.